മെയ് 1 തൊഴിലാളി ദിനമാണ്. സാർവദേശീയ തൊഴിലാളി ദിനം എന്നാണ് പറയുന്നത്. 1886 മെയ് 1 മുതൽ 4 വരെയുള്ള ദിവസങ്ങളിൽ അമേരിക്കയിലെ ഷിക്കാഗോയിൽ ഹേ മാർക്കറ്റ് സ്ക്വയർ എന്ന സ്ഥലത്ത് തൊഴിലാളികളും പോലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലും അതേ തുടർന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളും ഒരു പോലീസുകാരൻ്റെ കൊലപാതകവും പിന്നീട് ഉണ്ടായ വിചാരണയും അതിൽ തൊഴിലാളി നേതാക്കന്മാരിൽ ചിലരെ വധശിക്ഷയ്ക്ക് വിധിച്ചതും വധശിക്ഷ നടപ്പാക്കിയതുമായ ഒരു സംഭവമാണ് ഇതിൻ്റെ ആധാരമായിട്ടുള്ള ചരിത്ര വസ്തുത. ഈ തൊഴിലാളി ദിനം യൂറോപ്പിലും ഇന്ത്യയിലും മറ്റ് പല രാജ്യങ്ങളിലും ഒരു അവധി ദിവസമാണ്, വലിയ ആഘോഷ ദിവസവുമാണ്. തൊഴിലാളികൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ചും അവർ കടന്നു പോകുന്ന വലിയ പോരാട്ടങ്ങളെക്കുറിച്ചുമൊക്കെ ഓർമ്മിക്കുന്ന ദിവസമാണ്. ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഈ നരേന്ദ്രമോദിയുടെ ലേബർ കോഡ് നടപ്പാക്കിയതിന് ശേഷമുള്ള ആദ്യത്തെ തൊഴിലാളി ദിനവും കൂടിയാണ്. ഞാൻ ലോകത്തെമ്പാടും എന്ന് പറയാറുന്നത് ഇത് ഏത് രാജ്യത്തു നിന്നാണോ ഉത്ഭവിച്ചത് ആ രാജ്യത്ത് ഈ മെയ് 1 തൊഴിലാളി ദിനവുമല്ല, അവധി ദിവസവുമല്ല. അവിടെ ഈ ദിവസം പ്രത്യേകിച്ച് ഒരാഘോഷവുമില്ല. അത് അമേരിക്കയാണ്. അമേരിക്കയിൽ തൊഴിലാളി ദിനമുണ്ട്, അത് പക്ഷേ മെയ് 1 അല്ല. സെപ്റ്റംബർ മാസത്തെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് അമേരിക്കയിലെ തൊഴിലാളി ദിനം. ആ ദിവസം അമേരിക്കയിൽ ഫെഡറൽ ഹോളിഡേയാണ്. അമേരിക്കയിലെ 50 സ്റ്റേറ്റുകളിലും അവിടെ യൂണിയൻ ടെറിട്ടറി എന്ന് പറയാവുന്ന സ്ഥലങ്ങളിലുമൊക്കെ അവധിയായിരിക്കും. അവിടെ തൊഴിലാളികൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും പൊതു മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും പ്രകടനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യും. അമേരിക്കയിലും മാത്രമല്ല കാനഡയിലും സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് തൊഴിലാളി ദിനം. ഇപ്പോൾ ഞാൻ ഈ തൊഴിലാളി ദിനത്തെക്കുറിച്ചുള്ള ഒരു സ്പീച്ചല്ല നടത്താൻ ഉദ്ദേശിച്ചത്. അത് നമുക്കിനി നടത്താമല്ലോ. ഇന്നിപ്പോൾ ആനുഷംഗികമായിട്ട് ഇവിടെ സ്മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ തൊഴിലാളി ദിനത്തിൽ കേരളത്തിലെ തൊഴിലാളി വർഗം വളരെ ഭയാശങ്കകളോടിട്ടാണ് കഴിയുന്നത്. കാരണം ഇന്നേക്ക് 3-ാം ദിവസം, അതായത് മെയ് 4-ാം തീയതി ഈ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഇതിൻ്റെ ഫലപ്രഖ്യാപനം ഉണ്ടാവും. വോട്ടെണ്ണൽ പൂർത്തീകരിച്ച് ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം ഫലപ്രഖ്യാപനം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ തൊഴിലാളി വർഗത്തിൻ്റെ അനിഷേധ്യ ശക്തിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നയിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വമ്പിച്ച പരാജയം ഉണ്ടാകും എന്നാണ് ഈ നാട്ടിലെ അഭിപ്രായ സർവേക്കാരും എക്സിറ്റ് പോളുകാരും മാധ്യമങ്ങളും നിരീക്ഷകരും എല്ലാവരും വിലയിരുത്തുന്നത്. അത് മിക്കവാറും ശരിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്ന ചോദ്യമാണ് നമ്മൾ ഇവിടെ ആലോചിക്കുന്നത്. ഇടതുപക്ഷം എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം ഭരണവിരുദ്ധ വികാരം. 5 കൊല്ലം ഭരിച്ച സർക്കാരിനോട് സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് ഒരു വിപ്രതിപത്തി ഉണ്ടാകും. അത് ഇവിടെയുമുണ്ട്. ഇവിടെ 5 കൊല്ലമല്ല 10 കൊല്ലം ഭരിച്ച സർക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഇരട്ടി എതിർ വികാരം ഉണ്ട്. അതൊരു കാരണമാണ്. രണ്ടാമത്തേത് നമ്മുടെ മഹാനായ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും പുച്ഛവും ആണ്. അത് മലയാളികളെ മുഴുവൻ വെറുപ്പിച്ചു. ജാതി മത ഭേദമന്യേ അതിഭയങ്കരമായ ഒരു പിണറായി വിരുദ്ധ വികാരം ഈ നാട്ടിലുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ 1-ാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് 2-ാം പിണറായി സർക്കാരിലെ മന്ത്രിമാർ ഏറെക്കുറെ എല്ലാവരും തന്നെ അപ്രാപ്തരും നിർഗുണ പരബ്രഹ്മങ്ങൾ വരുന്നു. പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. 21 പേരുടെയും പേര് പറയേണ്ടത്. എന്നാൽ പോലും പേര് പറയാതിരിക്കാൻ പറ്റാത്ത ചില പേരുകളുണ്ട്. ഉദാഹരണത്തിന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ബിന്ദു, ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇവരൊക്കെ നൽകിയ നിസ്തുലമായ സംഭാവന നമുക്ക് ആർക്കും വിസ്മരിക്കാൻ പറ്റിയില്ല. അവരൊക്കെയാണ് സത്യത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുന്നത്. മൂന്നാമത്തത് എന്ന് പറയുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ പേര് പറഞ്ഞ അധികാരത്തിൽ വന്ന സർക്കാർ, പാവപ്പെട്ടവരുടെ പേര് പറഞ്ഞ അധികാരത്തിൽ വന്ന സർക്കാർ പാവങ്ങളെയും തൊഴിലാളികളെയും സാധാരണക്കാരെയും വിസ്മരിച്ചു. ഈ പിണറായി വിജയൻ്റെ ഭരണം എന്ന് പറയുന്നത് പാർട്ടിക്കാർക്ക് വേണ്ടി, പണക്കാർക്ക് വേണ്ടി, പണവും പണക്കാരും പാർട്ടിക്ക് വേണ്ടി എന്ന രീതിയിലേക്ക് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും അടിസ്ഥാന വർഗത്തിൽ നിന്ന് സർക്കാർ അകന്നു. ഇതാണ് മൂന്നാമത്തെ കാരണം. നാലാമത്തത് എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ മുമ്പ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടാകാത്ത രീതിയിൽ മാസപ്പടി അടക്കമുള്ള, സ്വർണ്ണക്കടത്ത് അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു. അതൊന്നും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ പാർട്ടിക്കോ മുഖ്യമന്ത്രിക്കോ കഴിഞ്ഞില്ല. മാസപ്പടി അടക്കമുള്ള കാര്യങ്ങൾ അതിനൊന്നും ഇന്നേ ദിവസം വരെ യാതൊരു വിശദീകരണവും ഉണ്ടായിട്ടില്ല. അതിലും കൂടുതലായിട്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള നടുക്കുന്ന സംഭവങ്ങൾ, പിന്നെ പയ്യന്നൂർ രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച പണം പാർട്ടിക്കാർ മോട്ടിച്ചത്, പിന്നെ
പാർട്ടിക്ക് വേണ്ടി ദീർഘകാലം പ്രവർത്തിച്ച പല സഖാക്കളും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് പാർട്ടി ബന്ധം ഉപേക്ഷിച്ചത്, ചിലരൊക്കെ UDF സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ചത്. പ്രത്യേകിച്ച് ഈ നിസ്വാർത്ഥ പ്രവർത്തനം നടത്തിയ 20 കൊല്ലം MLAയും 10 കൊല്ലം മന്ത്രിമാരെത്തിട്ട് 10 പൈസ കൈക്കൂലി വാങ്ങിക്കാത്ത സുധാകരനെ പോലുള്ള ആളുകൾ വരെ പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞ് വിമത സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കേണ്ടി വന്ന സാഹചര്യം. അപ്പോൾ ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. അതിലുപരിയായിട്ട് ഇതിൽ നമ്മൾ കാണാതെ പോകാൻ പാടില്ലാത്തൊരു കാര്യം കൂടിയുണ്ട്. അത് സാമുദായിക ധ്രുവീകരണമാണ്. ന്യൂനപക്ഷ സമുദായങ്ങൾ പൊതുവിലും മുസ്ലിം ന്യൂനപക്ഷം പ്രത്യേകിച്ചും LDFനും പിണറായി സർക്കാരിനും അങ്ങേയറ്റം എതിരായിരിക്കും. കേരളത്തിലെ പോലീസ് സംഘി പോലീസാണ് എന്ന ആരോപണം നമ്മുടെ മീഡിയ വൺ ചാനലിലെ ദാവൂദാണ് ആദ്യം ഉന്നയിച്ചെങ്കിലും മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത അനുചാര്യനും ഗുളികച്ചപ്പേന്തി ശിഷ്യനുമായിരുന്ന സാക്ഷാൽ PV അൻവർ ഏറ്റുപിടിച്ചോടുകൂടി ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷ ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായ അംഗങ്ങൾ അത് വിശ്വസിച്ചു എന്നുള്ളതാണ് സത്യം. ഇതുകൊണ്ട് RSSകാരുടെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രീതി പിണറായി വിജയന് കിട്ടിയില്ല. മുസ്ലിങ്ങളുടെ വലിയ കഠോരമായ വൈരാഗ്യം അദ്ദേഹം സമ്പാദിച്ചു. അപ്പോൾ ഏത് നിലയ്ക്ക് നോക്കിയാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് ആ കാലത്തിൻ്റെ ചോരെടുത്താണ് നമുക്ക് വളരെ എളുപ്പത്തിൽ വായിക്കാവുന്നതുള്ളൂ. ഇത്രയൊക്കെ കൊള്ളരായ്മ ചെയ്തിട്ടും ഈ സർക്കാർ ജയിക്കുകയാണെങ്കിൽ അതായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുമില്ലെങ്കിലും തിരുവനന്തപുരത്ത് മഴയത്തും വെയിലത്തും സമരം ചെയ്ത, താലമുണ്ടനം ചെയ്ത് കണ്ണീരോടുകൂടി വിട പറഞ്ഞു പോയ ആശാ വർക്കർമാരുടെ ശാപം പിണറായിയുടെയും മറ്റ് മന്ത്രിമാരുടെ തലയ്ക്ക് മുകളിലുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇടതുപക്ഷം പരാജയപ്പെട്ടതിന് വേറെ കാരണമൊന്നും അന്വേഷിച്ച് അധികം ദൂരേക്കൊന്നും പോകണ്ട. ആശാ വർക്കർമാരോട് അവരുടെ സമരത്തോട് നമ്മുടെ സർക്കാർ എന്താണ് ചെയ്തത് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ബാക്കി നമ്മൾ പണ്ട് സിനിമ നോട്ടീസിൽ പറയുന്ന പോലെ ശേഷം വെള്ളിത്തിരയിൽ.